ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ ടെറസിൽ കായ്ച്ചു നിൽക്കുന്ന ഫ്രൂട്ട്സുകൾ കണ്ടാലോ? ഇതെൻ്റെ VNR പേരയാണ്. ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കാൻ താല്പര്യമുള്ളവർ ഒരു പേരയെങ്കിലും നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് എന്നും കായ്കൾ കിട്ടും. ഓരോ കായ്ഫലം കഴിയുന്തോറും അതിൻ്റെ കൊമ്പുകൾ വെട്ടിക്കൊടുത്താൽ അതിൽ നിന്നും പിന്നെയും മുളച്ച് പൂവുകളും കായ്കളും കിട്ടുന്നതാണ്. ഇത് വേരിഗേറ്റഡ് പേരയാണ്. ഇതിലും നിറയെ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ട്. ഇത് മാതളമാണ്. ഇതും പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് കായ പിടിക്കുമോ എന്നറിയില്ല. ഇത് ബുഷ് ഓറഞ്ചാണ്. ഇതിലും കായ്കളും പൂക്കളുമൊക്കെ ഉണ്ട്. ഇതും ഓൾ സീസൺ ആണ്. ഇത് തായ്പിങ്ക് പേരയാണ്. എനിക്ക് പേര ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ 3 തരം പേരകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകം കെയറൊന്നും വേണ്ട. ഞാൻ എൻ്റെ വീഡിയോയിൽ കാണുന്ന വളങ്ങളൊക്കെയാണ് എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്നത്. എല്ലാത്തിലും നിറയെ കായ്കളുണ്ട്. വളരെ മധുരമുള്ള പേരയാണിത്. ഇപ്പോൾ കാണിച്ച 3 പേരയും നല്ലതാണ്, നല്ല മധുരമുള്ളതാണ്. ഈ തായ്പിങ്കിലെ കുരു കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പേരയാണ്. ഇത് ഷമാമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കുരുമുളപ്പിച്ച് എടുത്ത ചെടിയാണ്. ചെറിയ പാത്രങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും കിട്ടില്ല. എന്നാലും നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമായത് കിട്ടും. ഇത് ചെറുനാരകമാണ്. ഇതിൽ 3-4 കായ എനിക്ക് കിട്ടിയതാണ്. ഇപ്പോൾ കായ ഉണ്ടായി വരുന്നു. ഇതാണ് സ്വീറ്റമ്പഴം. ഇതിലും നിറയെ കായ്കൾ എപ്പോഴും കാണും. ഇത് അച്ചാറിടാനും വെറുതെ കഴിക്കാനും നല്ലതാണ്. ഇതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞാൽ ഒട്ടും പുളിയുണ്ടാവില്ല, മധുരമുണ്ടാവും. ഇത് മൾബറിയാണ്. ഇതിപ്പോൾ റെഡ് കളറാണ്. ഇത് ബ്ലാക്ക് കളറാകുമ്പോൾ നന്നായിട്ട് പഴുക്കും. മധുരവും ചെറിയ പുളിയോട് കൂടിയുമുള്ള പഴമാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പഴമാണ്. ഇത് ബെയർ ആപ്പിളാണ്. ഇതിന് ആപ്പിളിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. നിറയെ പൂത്തു നിൽക്കുവാണ്. ഇത് വൈറ്റ് ലോങ്ങനാണ്. ഇതും നിറയെ പൂത്തിട്ടുണ്ട്. കായ ആവുമെന്നറിയില്ല. അപ്പോൾ നമ്മുടെ VNR പേര പഴുത്തിട്ടുണ്ട്. നമ്മൾ നട്ടു വളർത്തിയ പഴങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാവില്ലേ? അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെറിയ ഒരു പിങ്ക് കളറാണ്. പക്ഷെ നല്ല മധുരമുള്ള പേരയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.